Hi guys, I am Navya, a final year MBBS student from TD Medical College, ആലപ്പുഴ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് പീഡിയാട്രിക്സ് പോസ്റ്റിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് പീഡിയാട്രിക്സിലെ കുറച്ച് വിശേഷങ്ങൾ കാണാം. 8 മണിക്ക് നമുക്കൊരു കോമൺ ക്ലാസ് ഉണ്ട്. അതിൻ്റെ ക്ലാസ് റൂമാണിത്. നമ്മളാണ് ഇവിടെ ആദ്യം വന്നത്. അതിനുശേഷം ഞങ്ങൾ HS റൂമിൽ എല്ലാവരും ഇങ്ങനെ ഗ്യാദർ ചെയ്യും. ഇവിടെ നിന്നാണ് പിന്നെ എല്ലാവരും സ്പ്ലിറ്റ് ചെയ്ത് OP പോകേണ്ടവർ OPയിലേക്ക്, പിന്നെ വാർഡിൽ പോകേണ്ടവർ വാർഡിലേക്ക് പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ പീഡിയാട്രിക് വാർഡ്. നല്ല ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ട് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു വാർഡാണ്. സോ പീഡിയാട്രിക് വാർഡിലെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കാണാം. ആൻഡ് ഇത് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഹൈറ്റ് മെഷർ ചെയ്യുന്ന ഇൻഫൻറ്റോമീറ്ററാണ്. അതായത് 2 വയസ്സുള്ള കുട്ടികളെ നമ്മൾ നിർത്തിയല്ല, കിടത്തിയാണ് ഹൈറ്റ് നോക്കുന്നത്. ഇതിൻ്റെ നമുക്കൊരു ഫൂട്ട് ആൻഡ് ഉണ്ട്, ഹെഡ് ആൻഡ് ഉണ്ട്. കുട്ടീനെ അവിടെ കിടത്തിയിട്ടാണ് ഹൈറ്റ് മെഷർ ചെയ്യുന്നത്. അതുപോലെ 2 വയസ്സിന് ശേഷമുള്ള കുട്ടികളെ നമ്മളിത് ഈ സ്റ്റെഡിയോമീറ്ററിൽ നിർത്തിയിട്ടാണ് ഹൈറ്റ് നോക്കുന്നത്. ഈ കാണുന്നത് കൊച്ചു കുട്ടികൾക്ക് നമ്മൾ BP മെഷർ ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. ഇത് അവരുടെ കൈക്കനുസരിച്ച് നമ്മൾ കെട്ടിക്കൊടുക്കുന്ന കഫ്, പിന്നെ ആ റീഡിങ് ആ സ്ക്രീനിലാണ് കാണിക്കുന്നത്. പിന്നെ നമുക്കുള്ളത് ഒരു പ്ലേ ഏരിയ ആണ്. അതായത് വാർഡിൽ വരുന്ന കുട്ടികളെയൊക്കെ ഒന്ന് ശാന്തമാക്കാൻ വേണ്ടിയിട്ട് ഇവർക്കായി പ്രത്യേകം പ്ലേ ഏരിയ ഒക്കെ നമുക്കുണ്ട്. ഇത് നമുക്ക് വെയിങ് മെഷീൻ ഇവിടെ ഉണ്ട്. പ്രത്യേകം കുട്ടികളുടെ വെയിറ്റ് നോക്കാം. പിന്നെ ഇതാണ് പ്രൊസീജിയർ റൂം. ക്യാനുലയൊക്കെ ഇടുന്നത് ഈ റൂമിൽ വെച്ചിട്ടാണ്. പിന്നെ നമുക്ക് പ്രത്യേകമായിട്ടൊരു ഡയറിയ വാർഡുണ്ട്. ഡയറിയൊക്കെ ഉള്ള കുട്ടികളെ നമ്മൾ എല്ലാവരുടെയും കൂടെയല്ല, പ്രത്യേക ഒരു വാർഡിലാണ് ഇടുന്നത്. ഇത് നമ്മുടെ നെബുലൈസേഷൻ മെഷീനാണ്. ആസ്മ, ന്യൂമോണിയ പോലുള്ള വരുന്ന കുട്ടികൾക്ക് നെബുലൈസേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീനാണിത്. അതുപോലെ ഈ വാർഡിൽ വരുന്ന സമയത്ത് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ മസ്റ്റായിട്ട് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് നമ്മുടെ കയ്യിലൊരു ടോയ് വേണം. കുട്ടികളെ കളിപ്പിക്കാനായിട്ട് ടോയ് വേണം. പിന്നീട് നമ്മുടെ ടേപ്പ് വേണം. അവരുടെ ഹെഡ് സർക്കംഫറൻസ്, അതുപോലെ ഹൈറ്റ്, ചെസ്റ്റ് സർക്കംഫറൻസ്, മിഡ് അപ്പർ ആം സർക്കംഫറൻസ് ഒക്കെ മെഷർ ചെയ്യാനായിട്ട് ടേപ്പ് വേണം. ഇതാണ് ഗ്രോത്ത് ചാർട്ട്. അതായത് നമ്മളിതൊക്കെ മെഷർ ചെയ്തിട്ട് നമ്മൾ ചാർട്ടിനകത്ത് പ്ലോട്ട് ചെയ്യും. ഇത് താഴെ അവരുടെ ഏജ് കാണിക്കുന്നുണ്ട്. മുകളിൽ ഹൈറ്റ് അല്ലെങ്കിൽ വെയിറ്റ് അല്ലെങ്കിൽ BMI കാണും. അതനുസരിച്ച് നമ്മൾ പ്ലോട്ട് ചെയ്ത് നോക്കണം. എന്നിട്ട് കുട്ടികളുടെ ഗ്രോത്ത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. ഇത് പലതരത്തിലുള്ള ചാർട്ട് പല ഏജ് ഗ്രൂപ്പിന് ഉണ്ട്. അതനുസരിച്ചാണ് കുട്ടിയുടെ വളർച്ച കൃത്യമാണോ എന്ന് നമ്മൾ നോക്കുന്നത്.